നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ താരിഫ് നയങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ മറവിൽ ലോക വ്യാപാരത്തെ തകർക്കുന്ന സാമ്പത്തിക ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. ചൈനയെയും യൂറോപ്പിനെയും മാത്രമല്ല ഇന്ത്യയെ പോലെയുള്ള ഉയർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെയും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ഈ താരിഫ് ആക്രമണം യഥാർത്ഥത്തിൽ അമേരിക്കൻ വ്യവസായങ്ങൾക്കും തൊഴിലാളികൾക്കും തന്നെ തിരിച്ചടിയായെന്ന സത്യം ഇന്ന് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ തന്നെ വിളിച്ചു പറയുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ചു, കയറ്റുമതി കുറഞ്ഞു, ചെറുകിട ഇടത്തരം കമ്പനികൾ അടഞ്ഞു, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇതാണ് ട്രംപിന്റെ താരിഫ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ഫലം. താരിഫുകൾ യുഎസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. 2025 യുഎസിലെ കോർപ്പറേറ്റ് പാപ്പരത്തങ്ങൾ 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് താരിഫുകളാണ് ഇതിന് പ്രധാന കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പണപ്പെരുപ്പം സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ. യുഎസ് സ്ഥിതിവിവര കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2025 യുഎസ് കോർപ്പറേറ്റ് പാപ്പരത്തം കുത്തനെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മഹാമാന്ദ്യത്തിന് തൊട്ടു പിന്നാലെ കണ്ട നിലവാരത്തിലെത്തും. S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസിന്റെ ഡേറ്റ പ്രകാരം ജനുവരി മുതൽ നവംബർ വരെ 717 കമ്പനികൾ ചാപ്റ്റർ 7 അല്ലെങ്കിൽ ചാപ്റ്റർ 11 പാപ്പരത്തത്തിനായി അപേക്ഷിച്ചു കഴിഞ്ഞു. ഇത് 2024 ഇതേ കാലയളവിനേക്കാൾ ഏകദേശം 14% കൂടുതലാണ്. 2010 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ്. കോടതി നിർദ്ദേശിച്ച പ്രക്രിയയിലൂടെയും തുടർ നടപടികളിലൂടെയും ഒരു കമ്പനികളുടെ കടങ്ങൾ പുനഃക്രമീകരിക്കുന്നതാണ് പുനഃസംഘടന എന്നും ചാപ്റ്റർ 11 എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനിയുടെ ആസ്തികൾ അടച്ചുപൂട്ടുന്നതും വിൽക്കുന്നതും ചാപ്റ്റർ 7 ഉൾപ്പെടുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇറക്കുമതിയെ നേരിട്ട് ആശ്രയിച്ചിരുന്ന യുഎസ് ബിസിനസ്സുകൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന താരിഫ് നേരിടേണ്ടി വന്നു. നിർമ്മാണം, ഉൽപാദനം, ഗതാഗത കമ്പനികൾ എന്നിവ ഉൾപ്പെടുന്ന വ്യാവസായിക മേഖലയിലാണ് പാപ്പരത്ത ഫയലിംഗുകളിൽ ഏറ്റവും വലിയ വർധനവ് കണ്ടത്. യുഎസ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക വിദഗ്ധർ ഒരു വിരോധാഭാസമായി കാണുന്നു. താരിഫുകളുടെയും മറ്റു ചെലവുകളുടെയും സമ്മർദ്ദത്തിൽ പല ബിസിനസ്സുകളും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നത് പറയുന്നു. പാപ്പരത്തത്തിനായി അപേക്ഷ സമർപ്പിച്ച മിക്ക കമ്പനികളും യുഎസ് പണപ്പെരുപ്പവും പലിശ നിരക്കും തങ്ങളുടെ സാമ്പത്തിക വെല്ലുവിളികൾക്ക് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങളും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തി, ചെലവ് വർദ്ധിപ്പിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന താരിഫ് നയങ്ങൾ ഈ മേഖലകളെ എല്ലാം സാരമായി ബാധിച്ചു കഴിഞ്ഞു. അതേസമയം ഈ നയങ്ങൾ അമേരിക്കൻ നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് ട്രംപ് വളരെ കാലമായി അവകാശപ്പെട്ടിരുന്നു. നവംബറിൽ അവസാനിച്ച ഒരു വർഷത്തെ കാലയളവിൽ 70,000-ലധികം നിർമ്മാണ ജോലികൾ നഷ്ടപ്പെട്ടതായി ഫെഡറൽ ഡേറ്റ കാണിക്കുന്നു. തൽഫലമായി ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് തോന്നുന്നു എന്നത് വാസ്തവമാണ്. 2025 ആദ്യ പകുതിയിൽ മൊത്തം പാപ്പരത്ത അപേക്ഷകളിൽ ഗണ്യമായ വർധനവുണ്ടായി. ഇതിൽ $1 ബില്യൺ കൂടുതൽ ആസ്തിയുള്ള കമ്പനികളുടെ ഫയലിംഗുകളും ഉൾപ്പെടുന്നു. സാമ്പത്തിക ഉപദേശക സ്ഥാപനമായ കോർണർ സ്റ്റോൺ റിസർച്ചിന്റെ കണക്കനുസരിച്ച് ജനുവരി മുതൽ ജൂൺ വരെ ഇത്തരത്തിലുള്ള 17 പാപ്പരത്ത അപേക്ഷകൾ ഉണ്ടായി. 2020 COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഏതൊരു അർദ്ധവർഷത്തിലും ഏറ്റവും കൂടുതൽ അറ്റ് ഹോം, ഫോറെവർ 21 പോലുള്ള റീറ്റെയിലർമാർ ഉൾപ്പെടെ ഉപഭോക്തൃ മുഖ്യ ബിസിനസ് മേഖലയിൽ നിന്നാണ് നിരവധി പാപ്പരത്ത അപേക്ഷകൾ വന്നത്. ഉപഭോക്തൃ ആവശ്യകതയെ ബാധിക്കുന്ന ഘടകങ്ങളായി പണപ്പെരുപ്പവും പലിശ നിരക്കും ഈ വലിയ കമ്പനികൾ ചൂണ്ടിക്കാണിക്കുകയും മൂലധനം സമാഹരിക്കുന്ന പ്രക്രിയയെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുവെന്ന് കോർണർ സ്റ്റോൺ മേധാവി മാറ്റ് ഓസ്ബോൺ തന്റെ റിപ്പോർട്ടിൽ എഴുതി. ഉപഭോക്താക്കളെ പ്രകോപിപ്പിക്കുകയും അവരെ അകറ്റുകയും ചെയ്യുമെന്ന് ഭയന്ന് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾക്ക് മേൽ വ്യാപാര യുദ്ധങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധരും ബിസിനസ് വിദഗ്ധരും പറയുന്നു. പാപ്പരത്തത്തിനായി അപേക്ഷ സമർപ്പിക്കുന്ന ഈ അമേരിക്കൻ കമ്പനികൾക്ക് സാധാരണ അമേരിക്കക്കാർ നേരിടുന്ന പണപ്പെരുപ്പ പ്രതിസന്ധിയെ കുറിച്ച് നന്നായി അറിയാമെന്ന് യേൽ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ പ്രൊഫസർ ജെഫ്രി സോണൻഫെൽഡും പറയുന്നുണ്ട്. താരിഫ് ചെലവുകൾ കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പരിധികളുണ്ട്. വില നിർണ്ണയം നിയന്ത്രിക്കുന്ന കമ്പനികൾ ഒടുവിൽ ചെലവുകൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറും, മറ്റുള്ളവ അടച്ചുപൂട്ടും. എന്നിരുന്നാലും അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനകളോട് വൈറ്റ് ഹൗസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ആക്രമണം ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ അത് ഇന്ത്യയുടെ ആത്മവിശ്വാസം തകർത്തില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്ന ദീർഘദർശനങ്ങളോടെ ഇന്ത്യ സ്വന്തം വ്യവസായ ശേഷി ശക്തിപ്പെടുത്തിയപ്പോൾ ട്രംപിന്റെ താരഭീഷണികൾ ഇന്ത്യയെ മുട്ടുകുത്തിച്ചില്ല, മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കി. അമേരിക്കൻ വിപണി മാത്രമാണ് ലോക വിപണി എന്ന ധാരണയിൽ ഉറച്ചുനിന്ന ട്രംപ് ഭരണകൂടത്തിന് മനസ്സിലായില്ല ഇന്ന് ഇന്ത്യക്ക് ആഫ്രിക്ക മുതൽ യൂറോപ്പ് വരെ, ഏഷ്യ മുതൽ മിഡിൽ ഈസ്റ്റ് വരെ വ്യാപകമായ വ്യാപാര പങ്കാളിത്തങ്ങൾ ഉണ്ട് എന്ന്.
ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കളും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും ടെക്നോളജി സേവനങ്ങളും ലഭ്യമാക്കുന്നത് ചെലവേറിയതായി. അതിന്റെ നേരിട്ടുള്ള ആഘാതം അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് മേൽ പതിച്ചു. വിലക്കയറ്റം, ഉൽപാദന മന്ദഗതി, നിക്ഷേപ പിൻവലിക്കൽ ഇതെല്ലാം ചേർന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തന്നെ തകർന്ന് തരിപ്പണമായി. ഇന്ത്യയെയോ ലോകത്തെയോ നിയന്ത്രിക്കാമെന്ന് കരുതിയ താരിഫ് ആയുധം ഒടുവിൽ അമേരിക്കയുടെ കയ്യിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന ബോംബായ കാഴ്ചയാണ് ലോകം കണ്ടത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യക്കെതിരായ ഒരു ആക്രമണമായിരുന്നില്ല, അത് അമേരിക്കയുടെ തന്നെ ശക്തിക്കെതിരായ ഒരു ആത്മഹത്യാപരമായ നീക്കമായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ.